ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മുടെ കിച്ചണിലുള്ള ക്യാരറ്റും പാലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെ പറയാം. നമുക്ക് പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് സെർവ് ചെയ്ത് വെക്കുമ്പോൾ കാണുമ്പോൾ റിച്ച് ആയിട്ട് തോന്നിക്കുന്ന എന്നാൽ ചിലവ് ചുരുങ്ങിയ രീതിക്ക് ഉണ്ടാക്കാം, എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നീക്കി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുഡിങ്ങിലേക്ക് അറിയാമല്ലോ, സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 മുതൽ 10 ഗ്രാം വരെ എടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു പാക്കറ്റ് പാല് വെച്ചിട്ടുള്ള അളവാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാനിൽ തന്നെയാണ് കേട്ടോ കുതിർത്ത് വെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൈന ഗ്രാസ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1.5 കപ്പ് വെള്ളമുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ, നല്ലപോലെ സോക്കായിട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ക്യാരറ്റ് വേണമല്ലോ. അപ്പോൾ ഞാൻ 2 നല്ല വലുപ്പമുള്ള സൈസ് 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഗ്രേറ്ററിൽ ചെറിയ ഹോള് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇതുപോലെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു പാനിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര കേട്ടോ. അത് നിങ്ങൾ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം ബാക്കി മധുരം നമ്മൾ മിൽക്ക് മെയ്ഡ് കാര്യങ്ങളൊക്കെ ഇതിൽ പാലിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം മതി ഈ ഒരു ടൈമിൽ ക്യാരറ്റിന് ചെറുതായിട്ട് പിടിച്ച് കിട്ടാനാണ്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂണോളം നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് നിർബന്ധമില്ല, പക്ഷേ ചേർത്തതിന് ഒരു ഓവറോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ക്യാരറ്റ് അങ്ങ് വാട്ടിയെടുക്കുക. അതായത് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒരു കടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അത്രമാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊന്നും മാറിക്കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. അങ്ങനെ ക്യാരറ്റ് വാട്ടിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചൈന ഗ്രാസ് കണ്ടില്ല നല്ലപോലെ സോക്കായി വീർത്ത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഏതിലാണോ പുഡിങ് റെഡിയാക്കുന്ന ആ ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1/2 ലിറ്റർ പാൽ, അതായത് നമ്മുടെ ഒരു പാക്കറ്റ് പാൽ മൊത്തത്തിലാണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്ററിലും കുറച്ചധികം ഉണ്ടാവുമല്ലോ അത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പ്ലസ് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത്. അതെനിക്ക് മധുരം കറക്റ്റാണ്. നിങ്ങൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്തണേ. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇത്രക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഹാഫ് കണ്ടൻസ്ഡ് മിൽക്ക് പ്ലസ് ഹാഫ് പഞ്ചസാര അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട്. എന്നിട്ട് നോക്കുക മധുരം എത്രത്തോളം ഇനിയും വേണം അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഓരോരുത്തർക്കും ഓരോരോ മധുരമായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ക്യാരറ്റില്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് മൊത്തത്തിലിടേണ്ട, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ അവിടെ മാറ്റി വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പുഡിങ് റെഡി ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവില്ല, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂണോളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സും ഇവിടെ റെഡിയാക്കി വെച്ച് ചൈന ഗ്രാസും ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇരിക്കുമ്പോൾ സ്റ്റൗവിൽ 2 ബർണറിലായിട്ട് ഒരേ സമയം 2 മിക്സും വെച്ച് കൊടുക്കുക, ചൈന ഗ്രാസും പുഡിങ്ങിൻ്റെ പാലിൻ്റെ മിക്സും. അപ്പോൾ ഇതാ ഞാൻ ചൈന ഗ്രാസ് കണ്ടില്ല, ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചൈന ഗ്രാസ് അറിയാമല്ലോ നല്ലപോലെ മെൽട്ടായിട്ട് ഒട്ടും തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. അതുവരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതാ ചൈന ഗ്രാസ് അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു ടൈമിൽ തന്നെ പാലിൻ്റെ മിക്സും കൂടി ഞാൻ കാണിച്ചത്. എനിക്ക് രണ്ടും കൂടി ഒന്നിച്ച് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, കാരണം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്യാൻ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ കണ്ടില്ല നമ്മുടെ പാലിൻ്റെ മിക്സ് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലിൻ്റെ മിക്സ് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. സാധാരണ നമ്മൾ പാല് കാച്ചി എടുക്കുമല്ലോ അതുപോലെ നല്ലപോലെ പൊങ്ങി വരണം കേട്ടോ, തിളച്ചിട്ട്. അതുവരെ ഇതും ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. രണ്ടും മാറി മാറി കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അരിയെ തന്നെ നിൽക്കണേ ഇത് റെഡിയാക്കുന്ന ടൈമിൽ.
അപ്പോൾ പാൽ അവിടെ നിന്ന് തിളക്കട്ടെ. ആ ഒരു ടൈമിൽ കണ്ടില്ല നമ്മുടെ ചൈന ഗ്രാസ് നോക്കിയേ, അത്യാവശ്യം നല്ലപോലെ മൊത്തത്തിൽ തിളച്ച് ആ ഒന്ന് മെൽട്ടായി വന്നില്ല, ഒട്ടും തന്നെ തരികളൊന്നും ഇല്ല കേട്ടോ. ഇത്രയും മതി. നമ്മുടെ ചൈന ഗ്രാസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യില്ല, ഞാൻ നിങ്ങൾക്ക് പാലും കൂടി കാണിച്ചു തരാം. ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മുടെ പാൽ നോക്കിയാൽ അതും നല്ലപോലെ തിളച്ച് കണ്ടില്ലേ, പൊങ്ങി വന്നില്ലേ. ഇപ്പോൾ രണ്ടും ഒരേ ടെമ്പറേച്ചറിലിരിക്കുന്നത്. ചൈന ഗ്രാസും തിളച്ച് പൊങ്ങി സെറ്റായിട്ടുണ്ട്, പാലും തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്നുള്ളത് പലരും എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. പലരും കംപ്ലൈൻറ്റ് പറയുന്നൊരു കാരണമാണ് ചൈന ഗ്രാസ് ഒഴിച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകുന്നത്. അങ്ങനെ പ്രശ്നം ഒരിക്കലും വരില്ല കേട്ടോ. അത് നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട്, നമ്മുടെ ചെയ്യുന്ന അബദ്ധം കൊണ്ട് മാത്രമാണ് അങ്ങനെ പുഡിങ്ങിന് പ്രശ്നം വരുന്നത്. ഒരിക്കലും അങ്ങനെ വരില്ല. അതെന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനെയും ഡീറ്റെയിലായി മാറി മാറി ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പാല് നല്ലപോലെ പൊങ്ങി മുകളിലോളം വന്ന്, അതുപോലെ ചൈന ഗ്രാസ് നല്ലപോലെ മൊത്തത്തിൽ വെട്ടിത്തിളച്ച് മെൽട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ രണ്ടിൻ്റെ ടെമ്പറേച്ചർ ഒരേപോലെയാണ് കേട്ടോ, ഒരേ ചൂടാണ് ഇരിക്കുന്നത്. ആ ഒരു ടൈമിൽ ഇതുപോലെ നമ്മുടെ ചൈന ഗ്രാസ് ഒരരിപ്പ വെച്ചിട്ട് പതുക്കെ ആ ഒരു ടൈമിൽ ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക കേട്ടോ പാലിൻ്റെ. എന്നിട്ട് അരിപ്പയിൽ കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പാലിൻ്റെ മിക്സിലേക്ക് ചൈന ഗ്രാസ് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരേ നമ്മൾ ചൈന ഗ്രാസിൻ്റെ മിക്സ് പ്ലസ് പാലിൻ്റെ മിക്സ് ഒരേ ചൂട് ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ഒരിക്കലും പിരിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണമാണ് പുഡിങ് സെറ്റാവാതെ എന്താ പറയുക പിരിഞ്ഞു പോകുന്നത്, അങ്ങനത്തെ പല പ്രശ്നങ്ങളും പറയുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരിക്കലും ആർക്കും ഫ്ലോപ്പ് ആവില്ല എന്ന് വിചാരിക്കുന്നത്, അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചൈന ഗ്രാസ് ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കിക്കൊണ്ട് നിൽക്കുക. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്നങ്ങ് ഈ ഒരു പാൻ തന്നെ നല്ലപോലെ തിളച്ച് വരട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് പൊങ്ങി തിളച്ച് വന്നതിന് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പുഡിങ് റെഡിയായി. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിലങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് അറിയാമല്ലോ, പുഡിങ് റെഡിയാക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് അവിടെ ട്രേയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ, കഴുകി തുടച്ചിട്ടൊക്കെ. അപ്പോൾ ഇതിനാണ് ഇവിടെ ട്രേ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം ക്യാരറ്റൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ എല്ലാ സൈഡിലേക്കും ഒരുപോലെ എത്തിക്കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം ആ ഒരു വലുപ്പത്തിനനുസരിച്ചുള്ള ട്രേ നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള ട്രേയിൽ ഒഴിക്കണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിൽ ഒഴിക്കാമെന്ന് വിചാരിക്കും, കാരണം എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ രണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൽ കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ വെച്ചിട്ട് കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലും കൂടി ഒന്ന് ട്രേ എടുത്തിട്ട് അതിലും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. കാരണം എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ രണ്ട് സൈഡിലൊക്കെ ആക്കി നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മൊത്തത്തിലൊരു വലിയ ബൗൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ട് ട്രേയിലും ഞാൻ പുഡിങ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ ചൂടാറാൻ വെക്കുക. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ, ഒരു റാപ്പൊക്കെ ചുറ്റിയിട്ട്. പിന്നെ ഈ ഒരു പുഡിങ് കുറച്ചൊന്ന് ചൂടാറി മുകൾ ഭാഗം ഒന്നങ്ങ് സെറ്റായി തുടങ്ങുമല്ലോ, ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒരു 2 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെച്ചില്ല, അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ഇട്ടാലും കുഴപ്പമില്ല, പിന്നെ ലാസ്റ്റ് ടേബിളിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അത് നിങ്ങൾ ഇഷ്ടം പോലെ നോക്കിയിട്ട് ചെയ്താൽ മതി എങ്ങനെയാണെന്നുള്ളത്. കാരണം നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇടുന്നതാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ക്യാരറ്റ് പുഡിങ് അല്ലെങ്കിൽ ക്യാരറ്റ് മിൽക്ക് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, നല്ല പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റില്ല ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. ശരിക്കും വെറുതെ പറയില്ല, ഭയങ്കര ഫ്ലേവറാണ്. പ്രത്യേകിച്ച് ഞാൻ മിൽക്ക് മെയ്ഡ് മാത്രമല്ല ഇതിൽ ചേർത്തില്ല, അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിൽ ആ ഒരു ക്യാരറ്റൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചിലവ് കുറഞ്ഞ രീതിക്കാണ് ഞാൻ ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നട്ട്സൊക്കെ എല്ലാ ടൈപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുക, അതൊക്കെ ഓരോ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊന്നും ഇട്ട് കാണിക്കാതെ, കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ രീതിക്ക് ചെയ്യാൻ പറ്റണമല്ലോ. വീട്ടിൽ സാധാരണ ഇതൊക്കെ അല്ലേ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവുക, ആ ഒരു രീതിക്ക് കാണിച്ചു തന്നേലും. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്